ഇന്ന് ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ട് കടുംപുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു പലഹാരമാണ് ഈ ഒരു കടുംപുട്ട്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ അല്ലെങ്കിൽ ഡിന്നറിലെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിലൂടെ നല്ല മുളകിട്ട മീൻ കറി അല്ലെങ്കിൽ പിന്നെ ചിക്കൻ കറിയുടെ നല്ലോണം സ്യൂട്ടാണ്. അപ്പോൾ തലേന്ന് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നെസാരിക്ക് കുറച്ച് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ട് തണുപ്പിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെക്കും ചൂടാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിറ്റേന്ന് എടുത്ത് ചൂടാക്കുമ്പോൾ അങ്ങനെ കേട് വരില്ല പെട്ടെന്നൊന്നും. നമ്മൾ കറി ആക്കി കഴിഞ്ഞിട്ട് അത് എടുത്ത് യൂസാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ചിലപ്പോൾ കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി എടുക്കുന്നതിനേക്കാൾ മുന്നേ നമ്മൾ കറി ആയിക്കഴിഞ്ഞ പാടും തന്നെ ഒരു ബൗളിൽ ഇങ്ങനെ കറി എടുത്ത് വെച്ചിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ നമ്മൾ പിറ്റേ ദിവസം ചൂടാക്കുമ്പോൾ പെട്ടെന്നൊന്നും പോയി പോവില്ല. അപ്പോൾ ഞാൻ അങ്ങനെയാണ് എടുത്ത് വെക്കൽ. അപ്പോൾ നെസാറിൻ്റെ ടിഫിനും ലഞ്ച് ബോക്സിൽ ഇത് വാട്ടർ ബോട്ടിലിൽ ഞാൻ കഴുകിയിട്ട് ഇങ്ങനെ ടേബിളിൽ വെക്കും. അവന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ. അതുകൊണ്ട് ഞാൻ അതിൽ വെള്ളമൊക്കെ നല്ലോണം ആറി കിട്ടും. പിന്നെ ഞാൻ സ്നാക്കായിട്ട് ചോക്കോ പയ്യും പിന്നെ ഈ സ്പൈസി ആയിട്ടുള്ള ചക്രവും ഉണ്ട്, അതും കൂടി അത് വെച്ചുകൊടുത്തിന്. പിന്നെ ലഞ്ച് ടൈമിൽ കഴിക്കാനാണ് ഞാൻ ഈ കടുംപുട്ടും ചിക്കൻ കറിയും കൊടുക്കുന്നത്. അപ്പോൾ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കടുംപുട്ടും ചിക്കൻ കറിയും. നല്ല ടേസ്റ്റാണ് ഈ ഒരു കടുംപുട്ട് കഴിക്കാൻ. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇത് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പൊടിയൊക്കെ ആക്കാനൊക്കെ പഠിച്ചിന്. നമ്മൾ സാധാരണ പച്ചരി ഒന്ന് നല്ലോണം കഴുകിയിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക, അധികം പൊടിയറ്. എന്നിട്ട് അത് നല്ല തിളച്ച വെള്ളത്തിൽ അങ്ങനെ അടുപ്പിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം, റാഗി മുദ്ദയെല്ലാം ആക്കുന്ന പോലെ. അത് കുറച്ചൊരു പണിയുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വെള്ളം കൂടി നിറച്ച് വെച്ചിന്. വെള്ളം നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തണിയിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഓപ്പനാക്കി വെച്ചിട്ടുണ്ട്. ആ ടൈം ഞാൻ നെസാരിനെ ഒന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. അവൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പിന്നെ എണീപ്പിക്കാൻ പറ്റൂല, എണീപ്പിച്ചാൽ പിന്നെ മൂഡ് ശരിയുണ്ടാവില്ല. അതുകൊണ്ട് ടൈം ആയിട്ടില്ല, 8 മണി ആയിട്ടുള്ളൂ. അപ്പോൾ അവനിക്ക് 9 മണിക്കേ പോകണ്ടു. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് വെച്ചാൽ പിന്നെ അവൻ എണീച്ച് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം നോക്കി അവനക്ക് തിന്നാനെല്ലാം കൊടുത്ത് ഡ്രസ്സെല്ലാം മാറ്റുമ്പോൾ ടൈം ആവുമല്ലോ എന്ന് വെച്ച് ഞാൻ എല്ലാം കൂടി സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പെൻസിലും പിന്നെ സ്കെയില് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, എല്ലാം ക്ലാസ്സിൽ തന്നെ വെച്ച് മറന്നുപോയി തോന്നുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു പെൻസിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നേരം പോയിട്ട് എഴുന്നേറ്റ ദിവസം പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റൂല, ഡ്രസ്സ് മാറ്റി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്നുള്ളത്. അപ്പോൾ എല്ലാം തിരക്കിലാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പോക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു മടിയുണ്ടെങ്കിലും ഇങ്ങനെ ടൗണിൽ ഇങ്ങനെ ഫുട്ബോൾ പ്ലെയറിൻ്റെ ഫ്ലെക്സെല്ലാം വെച്ചുകൊണ്ട് അതെല്ലാം കാണിച്ചു തരാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടി വരുമ്പോൾ അങ്ങനെ സീനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫുട്ബോൾ കളിക്കാനും ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെ പിക്ചറും അതുപോലെ തന്നെ ഫ്ലെക്സെല്ലാം കാണാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കരിയാണ്ടെല്ലാം വന്നിന്. ഞാൻ നെസാരിനെ ക്ലാസ്സിലാക്കിയിട്ട് വരുമ്പം തന്നെ ബെല്ലടിച്ചിന്. അപ്പോൾ അത് അസംബ്ലിയിൽ ബെല്ലാന്ന് തോന്നി. കുട്ടികളെല്ലാം പല ഭാഗത്തുനിന്ന് വരുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ അവിടെ അങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഞാനതുകൊണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട്